കേരളത്തിലെ ഏറ്റവും ഹീനമായ ഒരു ലൈംഗിക അതിക്രമ കേസിൻ്റെ വിധി ഇന്ന് വന്ന ദിവസമാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായവരിൽ 6 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ബാക്കിയുള്ളവരെ വെറുതെ വിടുകയും ചെയ്തുകൊണ്ടാണ് ആ വിധി ഇന്ന് വന്നിട്ടുള്ളത്. ആ കേസിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയുന്നതാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ സിനിമാ താരത്തെ അവർ യാത്ര ചെയ്യുന്ന ഇവിടെ വന്ന് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി മറ്റൊരു വാഹനത്തിലാക്കി ലൈംഗികമായി അതിക്രമിച്ച കേസാണ്. അതിൽ ഒരു പ്രധാന കുറ്റാരോപിതൻ മലയാളത്തിൽ തന്നെ പ്രമുഖനായ ഒരു സിനിമാ നടനായിരുന്നു. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടൻ. അദ്ദേഹം ആയിരുന്നു അതിൻ്റെ ഒരു പ്രധാന ഗൂഢാലോചനക്കാരൻ എന്നുള്ളതായിരുന്നു ആ കേസിനെ കേരളം മുഴുവനല്ല, ഇന്ത്യ ഒട്ടാകെ തന്നെ ചർച്ചയാക്കിയ വിഷയം. ഈ കേസിൻ്റെ വിധിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിധിയുടെ നിയമപരവും അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റുകളും നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് ലീഗലായിട്ട് അതിൻ്റെ എക്സ്പേർട്ടുകൾക്ക് ആണ് സംസാരിക്കാൻ കഴിയുക. നമ്മൾ അതിൻ്റെ സാമൂഹികവും അല്ലെങ്കിൽ അത് സിനിമയും ഏത് തരത്തിലാണ് അതിനെ നമ്മുടെ കേരള സമൂഹം സ്വീകരിക്കുക എന്നുള്ള നിലയിലാണ് കാണുക. നമ്മുടെ 2 മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒന്ന് അഞ്ജന ജോർജും ഒന്ന് അനുപ്രിയയും. 2 പേർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് അഞ്ജനയിൽ നിന്ന് തുടങ്ങാം. ഈ കേസ് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഈ കേസ് നടക്കുമ്പോഴും അല്ലെങ്കിൽ അത് ആ സമയത്ത് തന്നെ വളരെ ആക്റ്റീവായിട്ട് മാധ്യമ രംഗത്തുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു നാൾ വഴി ഇന്ന് വന്ന ഈ വിധിയെയും കാണുന്നത്? ഇന്ന് വന്ന വിധി എനിക്ക് ഒട്ടും സർപ്രൈസിങ് അല്ല. മേ ബി ഒരു 99.9% ഐ ഹാഡ് തോട്ട് ദാറ്റ് ദിസ് വുഡ് ബി ദിസ്. ഇറ്റ് വാസ് പ്രെഡിക്റ്റഡ് മേ ബി ഒരു 5 or 6 years ബാക്ക്. പക്ഷേ ഈ എൻറ്റയർ ഇൻസിഡൻറ്റ് ഫ്രം ദ ആക്ട്രസ് അസോൾട്ട്, എൻ്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത പാലാരിവട്ടത്ത് നടന്ന ഈ ആ ഇൻസിഡൻറ്റും അതിൽ നിന്ന് ഐ വോണ്ട് ടു ഫൈറ്റ് ഫോർ ദിസ്, ഫൈറ്റ് എഗെയിൻസ്റ്റ് വാട്ട് ഹസ് ഹാപ്പൻ ടു മീ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന ആ നടിയും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനടക്കമുള്ള ആസ് ആൻ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ് ഇത് ക്ലോസ്ലി ഫോളോ ചെയ്ത സമയത്തും അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാടിലുള്ള വീട്ടമ്മമാർ മുതൽ അമ്മമാർ മുതൽ ദിലീപിൻ്റെ സിനിമകൾ ഇനി കാണില്ല എന്ന് തീരുമാനിച്ച ആരാധകർ മുതലുള്ള ഒരു സർക്കിളിൻ്റെ ഇടയിലൂടെ ഞാൻ കഴിഞ്ഞ കുറച്ചു കാലം സഞ്ചരിച്ചു. അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഷീ ഹാസ് ക്രിയേറ്റഡ് എ ചേഞ്ച്. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള കോൺഫിഡൻസ് മുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ എന്നോടൊപ്പമുള്ള പുരുഷന്മാർക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാനും, അതുപോലെ WCCയുടെ ഫോർമേഷൻ ആണെങ്കിലും ഹേമ കമ്മിറ്റി വന്നതാണെങ്കിലും ഈ എൻറ്റയർ മൂവ്മെൻറ്റ് മലയാള സിനിമയ്ക്കകത്ത് മാത്രമല്ല കേരളത്തിലൊട്ടാകെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചേഞ്ചിനെ ഇന്നത്തെ വിധി ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ദിസ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഹാസ് ടു ബി കണ്ടിന്യൂഡ്. ഈ ഒരു അഞ്ജന പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു നിലയിൽ, അതായത് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഈ നടിയുടെ ഒരു ചെറുത്തുനിൽപ്പിലൂടെ ഉണ്ടായെന്നുള്ള സംഭവമാണ്. ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, WCCയുടെ ഫോർമേഷൻ, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ആ സ്പിരിറ്റിനെ നിഷേധിക്കുന്നതാണോ ഈ വിധി? നിഷേധിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം നമുക്കൊരു ആശങ്കയുണ്ട്, ഈ ഒരു ചേഞ്ചിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഈ വിധി പറഞ്ഞതിന് ശേഷം ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ കരിയർ നശിപ്പിച്ചു, അതായത് എൻ്റെ കുടുംബം ഒരുപാട് കഷ്ടപ്പാടിലുള്ള പോയി എൻ്റെ കരിയർ നശിപ്പിച്ചു. അതായത് ഈ ദിലീപ് സിനിമയിൽ നിൽക്കുമ്പോൾ ഈ മലയാളം ഇൻഡസ്ട്രി മുഴുവൻ അടക്കിവാണ ഒരു വ്യക്തിത്വമായിരുന്നു ദിലീപ്. അത് അഭിനയം മാത്രമല്ല, സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതൽ ഇതിൻ്റെ വിതരണം വരെ അടക്കിവാണ ഒരു വ്യക്തിയാണ് ദിലീപ്. ദിലീപിൻ്റെ സിനിമകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ആ സിനിമകൾ കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെ ഒരു പാട്രിയാർക്കൽ സന്ദേശമാണ്. അതിൽ നിന്നൊക്കെ നമ്മളുടെ മലയാള സിനിമ ഒരുപാട് മാറി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇനി ദിലീപ് മലയാള സിനിമയിലേക്ക് അതിശക്തനായി തന്നെ തിരിച്ചു വരുമോ? കാരണം ഇന്ന് B. ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം കോടതി അയാളെ വെറുതെ വിട്ടു. അപ്പോൾ വെറുതെ വിട്ട ഒരാളെ നമുക്ക് സംഘടനയിൽ തിരിച്ചെടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? അപ്പോൾ അതിശക്തനായി തന്നെ ദിലീപ് വരും. കാരണം അതിനുള്ള കപ്പാസിറ്റി ഉള്ള മണി പവർ ഉള്ള ഒരാളാണ് ദിലീപ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിലീപ് കോടതിയുടെ പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, മഞ്ജുവിനെ കോട്ട് ചെയ്തു
ചെയ്തുകൊണ്ട് മഞ്ജു വാര്യർ പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചനയിൽ നിന്നാണ് അതിനെ തുടർന്നാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതെന്നും മാത്രമല്ല ഒരു പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞോളൂ നമുക്കത് മനസ്സിലാവുന്നതാണ് അത് ബി സന്ധ്യയാണെന്നുള്ളതിൻ്റെ അന്വേഷണ മേൽനോട്ട ചുമതല ക്രിമിനലായിട്ടുള്ള പോലീസുകാരും ചേർന്ന് നടത്തിയ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പോലീസുകാർക്ക് ദിലീപിനെതിരെ ഗൂഢാലോചന ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഓക്കെ, ഒരു സിനിമാ നടനായ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന ചെയ്യേണ്ട കാര്യമുണ്ടോ പോലീസുകാർക്ക് എന്നൊരു നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നും. ഇപ്പോൾ അഞ്ജന പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമാ ഫീൽഡിലുണ്ടായ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ അമ്മയിലിപ്പോൾ ഒരു വനിതാ അധ്യക്ഷയാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദിലീപൊക്കെ അമ്മയിലുണ്ടായ സമയത്ത് നമുക്കൊരിക്കലും ഒരു വനിതാ പ്രസിഡന്റ് നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഞാൻ ആക്ട്രസ് ലെനയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെനയോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു വനിതാ മേധാവി ഉണ്ടാവാതിരിക്കാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിനി ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്. രാമൻ പിള്ളയെ പോലുള്ള അതിശക്തനായ ഒരു വക്കീലിരിക്കുമ്പോൾ എതിർഭാഗത്ത് പ്രോസിക്യൂഷനിൽ നിന്ന് വീക്കായിട്ടുള്ളൊരു പ്രോസിക്യൂഷൻ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ ജഡ്ജിയുടെ ആ ഒരു പറയുന്നുണ്ടല്ലോ, അതായത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇതൊരു ഗൂഢാലോചനയാണെന്നുള്ളത്. തെളിവുകളുടെ അഭാവത്തോടെ ഈ കൊണ്ടുവന്ന തെളിവുകളിൽ നിന്ന് ഗൂഢാലോചനയാണെന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായിരിക്കുക എന്നുള്ളതാണ്. നടിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർ, അഡ്വക്കേറ്റുമാർ അവർ ശരിയാം വിധം ഈ കേസ് പഠിക്കുക മാത്രം ചെയ്യണം. ഈ പഠിക്കുകയും മാത്രമല്ല അപ്പുറത്തിരിക്കുന്ന ആൾ ഡിഫൻസ് വക്കീൽ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ഇവർ വ്യക്തമായി മനസ്സിലാക്കണം. അനുപ്രിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പം ദിലീപ് സ്വയം വിക്ടിം ആയി മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ വിധിക്ക് ശേഷം കണ്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെതിരെയാണ് ഗൂഢാലോചന നടത്തിയത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വിക്ടിം കാർഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. കാവ്യമാധവനെ കല്യാണം കഴിക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരിൽ ജീവിതം ബലിയാടാക്കിയ ഒരാൾക്ക് ഞാൻ ജീവിതം കൊടുക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു. സോ വിക്ടിം കാർഡ് ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫ്രം ദ ബിഗിനിങ്. പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഒരു ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നാണ്. ആ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നുള്ളത് കോടതിക്ക് ബോധ്യമാവുന്ന നിലയിൽ തെളിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്, കുറ്റവിമുക്തനാക്കിയെന്നാണ് സെഷൻസ് കോടതിയുടെ ഉത്തരവിലുള്ളത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, പിന്നെ എന്തിനാണ് ഈ സംഭവം നടന്നു എന്നുള്ള കാര്യം കോടതി നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം അതിനെല്ലാം, അല്ലെങ്കിൽ ബാക്കി 6 പേർക്കും എതിരെയുള്ള തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടബലാത്സംഗം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. അപ്പോൾ ഈ 6 പേരും എന്തിനാണ് അവർ സ്വയം ഈ ഒരു കാര്യം ചെയ്തതെന്നുള്ളത്, അവർക്ക് ഈ പറയുന്ന നടിയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുണ്ടോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കോടതി വിധിയെ തിരിച്ചു തന്നെ വേണമെങ്കിൽ വാദിക്കാം. ഈ പറഞ്ഞ നടിയും ഈ 6 പേരും കൂടെ ചേർന്ന് ദിലീപിനെതിരായി നടത്തിയ ഗൂഢാലോചനയാണോ ഇതെന്ന്. മറ്റൊരു കാര്യമുണ്ട്, ഇന്ന് കോടതിയിൽ പൾസർ സുനി വന്നത് കിയ കാറിലാണ് വന്നത്, ആഡംബര കാറിലാണ് വന്നത്. അത് മാത്രമല്ല പൾസർ സുനിയുടെ ഒരു അപ്പിയറൻസിൽ തന്നെ മാറ്റം സാർ അഞ്ജന ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് കുറച്ച് കൂടുതൽ സുന്ദരനായി അല്ലേ, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ജയിലിൽ പോയ പൾസർ സുനി അല്ല നമ്മളിപ്പോൾ കാണുന്ന പൾസർ സുനി. അപ്പോൾ ഇതിൽ ഈ കേസ് നടത്തിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ട് അനുപ്രിയ പറയുന്ന ഒരു സംഭവത്തിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു വിഷയം, ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റുള്ള പ്രമാദമായ ലൈംഗിക അതിക്രമ കേസുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞിരുന്നാൽ അതിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊറാലിറ്റി പ്ലേയിലാണ് നിൽക്കുന്നത്. ആ സംഭവങ്ങളുടെ പിന്നിൽ നടക്കുന്ന അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമിന്ന്, ഇതിൻ്റെ സമ്പത്ത് എവിടെ നിന്ന് വരുന്നു? കാരണം ഇതിലെല്ലാം തന്നെ ഭാരിച്ച ചിലവിലുള്ള പണച്ചെലവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പത്തിൻ്റെ ഒഴുക്കുമുള്ള ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന ബ്ലാക്ക് മെയിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഈ തരം സംഭവങ്ങളെ വിശദീകരിക്കാനായിട്ട് ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ലതുപോലെ ഉപയോഗിക്കുന്നത് ഇപ്പം അമേരിക്കയിലെ മറ്റേ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ആ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട സാധനമാണ് ബ്ലാക്ക് മെയിൽ ക്യാപിറ്റലിസം എന്നുള്ള നിലയിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇപ്പോൾ ദിലീപിൻ്റെ സംഭവമായതിന് ശരി, ഇപ്പുറത്ത്
മറ്റേ ഒരു കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഇതിനു സംഭവം, മുന്നേ വന്നിട്ടുള്ള എല്ലാ എല്ലാ മീറ്റുകളാണെങ്കിലും മീ ടു അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ, ഇങ്ങനെയുള്ള കേരളത്തിലെ മുഴുവൻ ഈ നമ്മൾ പറയുന്ന സെക്സ് സ്കാൻഡൽസ്, ഈ സെക്സ് സ്കാൻഡൽസിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഈ പരിശോധിക്കേണ്ട. പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സ്ത്രീപക്ഷവാദികളായ ആളുകളെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എങ്ങനെയാണ് ഇതിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതെന്നുള്ളത്, ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്നുള്ളത്. അല്ല, സാറ് പറഞ്ഞപ്പോഴാണ്, അതായത് ഇപ്പം നമ്മളെല്ലാവരും അറിയുന്നത് ഇപ്പം ദിലീപും കാവ്യയുമായിട്ടുള്ള ബന്ധം, അത് ഈ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു, അതിനെ തുടർന്ന് കുടുംബം നശിപ്പിച്ചു, ആ കുടുംബം നശിപ്പിച്ച വ്യക്തിയോടുള്ള ഒരു പ്രതികാരം എന്ന് മാത്രമാണ് നമ്മളെല്ലാം പ്രോസിക്യൂഷനും വന്ന ഒരു പ്രധാന വാദം അത് വളരെ ക്ലിയർലി പ്ലാൻഡ് ഒരു ഫാമിലിയൽ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്ന് കേസിന്റെ ഡെപ്തിനെ ഇല്ലാതാക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതെന്ത് വിഷയമാണെങ്കിലും 2017 ഫെബ്രുവരിയിൽ ഒരു രാത്രി നടന്ന ഈ ഒരു ഇൻസിഡൻറ്റിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഏത് രീതിയിലാണ് ജസ്റ്റിസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ആ 8 വർഷം നീണ്ടുപോയി. 8 വർഷം ജസ്റ്റിസ് വാസ് ഡിനൈഡ് ആൻഡ് ജസ്റ്റിസ് വാസ് ഡിലേഡ് ആൻഡ് ദ പേഴ്സൺ ഡിൻ ഹാവ് ആൻ ഐഡൻറ്റിറ്റി. ഇപ്പോഴും അറിയാതെ പോലും ആ പേര് വായിൽ വരാതിരിക്കാൻ അത്രയും കോൺഷ്യസ് ആയിട്ടാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. ഷീ ഹെർസെൽഫ് glad that she have a life now, okay, luckily, but what about the rest of the people who have been ഇവരുടെ she took അതത്ര ഈസി ഒന്നും ആയിരിക്കില്ല. ബിക്കോസ് ഈ പറയുന്ന ട്രയലിന് മുഴുവൻ ഷീ ഹാഡ് ടു ഗോ ആൻഡ് സിറ്റ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദം ആൻഡ് ടോക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. ചെറിയൊരു കേസ് വരുമ്പോൾ പോലും നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ചെയ്താൽ, നമ്മൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ അവിടെയും ഈ പറയുന്ന സൊസൈറ്റിയുടെ പാട്രിയാക്കിയുടെ എലമെൻറ്റ്സ് ഉള്ള പുരുഷന്മാരും സ്ത്രീകളുമുള്ള ഒരു സമൂഹത്തിലേക്ക് തന്നെയാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ എന്തുമാത്രം ഡിഫിക്കൽട്ടി ഉണ്ടാവും. പൊതുവേ ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, ആസ് എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ് വി ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് നടികൾ ശരിക്കും മറ്റേ മൂത്രപ്പുരയും പരസ്യ ബോർഡുകളും പോലെയാണെന്ന്. എന്തും എഴുതി വെക്കാം. ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ. അവർ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടാലും, അവരേത് രീതിയിൽ എന്തെങ്കിലും ഒരു വസ്ത്രം ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇട്ടാലും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് മറ്റേ മൂത്രപ്പുരയിൽ എഴുതി വെക്കുന്നത് പോലെ എഴുതി നശിപ്പിച്ച് യു ക്യാൻ ആക്ച്വലി ഡു എനിത്തിങ്. ഒരു പബ്ലിക് പ്രോപ്പർട്ടി പോലെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ഷീ ഡിഡ് ഹർ വേ ഓഫ് കമ്മിങ് ഔട്ട്, ഷീ ഹാസ് എ ലൈഫ്. പക്ഷേ അതിൽ ഞാൻ ചോദിക്കുന്നത്, അവർ പ്രകടിപ്പിച്ച കറേജ് അല്ലെങ്കിൽ അതിനോട് വന്നുള്ള ഒരു സംഭവം, അതിനോട് നീതി പുലർത്തുന്ന നിലയിൽ ഈ സൊസൈറ്റിയിൽ നിന്നൊരു റെസ്പോൺസ് ഉണ്ടായോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതായത് ഒട്ടും തന്നെ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി കാണിക്കാത്ത നിലയിലുള്ള ജെൻഡർ സെൻസേഷനലിസം ചെയ്തു, ജെൻഡർ സെൻസിറ്റിവിറ്റി ചെയ്തിട്ടില്ല. സെൻസിറ്റിവിറ്റിയോ സെൻസിബിലിറ്റിയോ നമുക്ക് ഉണ്ടാവുന്നതിന് പകരം നമ്മളെല്ലാവർക്കും ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേകതരം ഇക്കിളി സുഖത്തിന് വളരെ കൃത്യമായി നർച്ചർ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് വളർട്ട് കൊടുത്ത് 8 കൊല്ലം മീഡിയ അടക്കം അതിനെ കൃത്യമായി സെൻസേഷനലൈസ് ചെയ്തു. അല്ല, അതിൽ മീഡിയയുടെ റോള് ഇതിനകത്ത് വളരെ നിർണായകമാണ്. കാരണം ഇതിനെ ഈ നിലയിലേക്ക് ഈ അഞ്ജന പറഞ്ഞ പോലെ ഒരു സെൻസേഷണൽ സാധനം മാത്രമാക്കി നിലനിർത്തുന്നതിൽ മീഡിയയുടെ റോള് വളരെ കൂടുതലാണ്. പിന്നെ അതേസമയം വളരെ പ്രകടമായിട്ടുള്ള, അതായത് ഒരു ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ജെൻഡർ സെൻസിറ്റിവിറ്റിക്ക് കാണിക്കേണ്ട ഒരു സാധനം ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇന്നലെയൊക്കെയാണ് ഇത് വരുന്നത്. 90 കേസുകളാണ് വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ 8 വർഷമായിട്ട് ഈ വിചാരണയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിലെ പ്രധാന കുറ്റാരോപിതനെന്ന് പറയപ്പെടുന്ന ദിലീപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം സാധനങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ ഇടപെടാനോ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിപ്പം പുതിയ ഒരുപാട് ഓരോ പ്രാവശ്യവും ഒരു സ്ത്രീക്കെതിരെ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് നിയമത്തിനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ, കാരണം ഉടനെ തൂക്കി കൊല്ലുക, വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന നിലയിലുള്ള നിയമം വേണമെന്ന് നമ്മുടെ ആൾക്കാരെല്ലാം പറയുകയും ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസങ്ങളെല്ലാം പറയുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് ഈ പറയുന്ന 8 വർഷത്തോളം ഒരു പ്രത്യേക അല്ലെങ്കിൽ ആരോപിതനായ ഒരാൾ വളരെ ബോധപൂർവമായിട്ട് നിയമ സംവിധാനത്തെ തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലയിൽ. ഇത് ഈ കോടതികൾ കണ്ടിട്ടില്ല, നമ്മുടെ സിവിൽ സൊസൈറ്റിയും കണ്ടിട്ടില്ല. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മൾ പറയുന്ന ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന, സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ആക്ടിവിസ്റ്റുകളും ഇത്തരം ഒരു സാധനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത്. വേറൊരു കാര്യം കൂടി, ഇപ്പം അഡ്വക്കേറ്റ് രാമൻപിള്ളയ്ക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് ജൂനിയർ വക്കീലന്മാരുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെർ സിറ്റിങ്ങിന് തന്നെ ലക്ഷങ്ങളാണ് ദിലീപ് കൊടുക്കുന്നത്. ഈ കേസ് കൊണ്ട് എന്തായാലും ദിലീപിൻ്റെ കുറേ കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്.
പക്ഷേ മറുഭാഗത്ത് പ്രോസിക്യൂഷൻ, 2 പ്രോസിക്യൂട്ടർമാർ ഇതിന്ന് കൈയൊഴിഞ്ഞു പോയി. പിന്നെ വന്ന് അജയ്കുമാർ സാറ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വന്ന് കൊച്ചിയിൽ വന്ന് വാദിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സർക്കാർ കൊടുക്കേണ്ട ചില സൗകര്യങ്ങളുണ്ടല്ലോ, വാദിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുക്കേണ്ട കുറേ സൗകര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ എളുപ്പത്തിൽ രാമൻ പിള്ളയ്ക്ക് വാദിച്ച് ജയിച്ച ഒരു കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പവർ സ്ട്രക്ചർ ആണല്ലോ സാർ, ഇപ്പൊ മണിയും പവറും പൊസിഷനും ഒക്കെ തന്നെയാണ് ഇതാക്കിയിട്ടില്ല സാർ. ഇതിൽ പറഞ്ഞാൽ ഒരു കാര്യം, സിവിൽ സൊസൈറ്റിയിൽ വെൻ വി സീ ദാറ്റ് വൺ സൈഡിൽ കുറ്റാരോപിതൻ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുമ്പം അപ്പുറത്ത് വളരെ അഫക്റ്റഡ് ആയിട്ടുള്ള, അസോൾട്ടഡ് ആയിട്ടുള്ള ആക്ട്രസ് വളരെയധികം സർവൈവറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന ആളുടെ സിനിമകളുടെ ഒരു ഹിറ്റ് റേറ്റ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് കംപ്ലീറ്റ്ലി സേ ദാറ്റ് സമൂഹം മൊത്തത്തിൽ ഇല്ല, അതിൽ വളരെ, അത് ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ വളരെ സാധാരണക്കാരായ മനുഷ്യര് സിനിമ കാണുന്നത് നിർത്തി എന്നുള്ളതാണ്. അത് ആ നിലയിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അവരുടെ സിനിമ ആസ്വാദനത്തിന്റെ നിലവാരം വേറെ നിലയിൽ സിനിമകൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ്. കോവിഡിന്റെ ഒക്കെ ശേഷമുള്ള സിനിമകളില് ഇയാളുടെ സിനിമകൾ ഇപ്പം ടെലിവിഷനിൽ വന്നാൽ സ്വഭാവമാണല്ലോ തരത്തിലുള്ള ഒരു ഫീലിംഗ്. ഞാൻ പറയണത് ഒരുപക്ഷെ ഈ കേസിന്റെ മുകളിൽ അപ്പീൽ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഫീലിങ്ങിന് ഇനി എങ്ങനെയായിരിക്കും കൂടുതൽ വളർത്തുക എന്നുള്ളതായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ഒരു പ്രത്യേകതരം ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് സർ. യു സീ തിങ്സ് ഫോർ, ഈ ഗീബൽസ് പറഞ്ഞ പോലെ ഒരു നുണ 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്നുള്ളത്. അപ്പം ഈ നറേറ്റീവിനെ ഇപ്പം സാറ് തന്നെ എന്നോട് രാവിലെ പറഞ്ഞ പോലെ മീഡിയ ഒരു സൈഡിൽ ട്രയൽ നടത്തുന്ന അതേ സമയത്ത് ഒരു പറ്റം ആൾക്കാർ ഇപ്പുറത്ത് നിന്ന് ഈ പറയുന്ന കുറ്റാരോപിതന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും വളരെ മ്യൂച്വലി PR ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഇനി അങ്ങോട്ട് ദർ വിൽ ബി ലോഡ് ഓഫ് തിങ്സ് ദാറ്റ് വിൽ ബി പ്ലാൻഡ്, ഇൻക്ലൂഡിങ് മൂവീസ്, നെക്സ്റ്റ് മൂവീസ് റിലീസ്, ട്രെയിലർ റിലീസും അതിൻ്റെ റിലീസും, അതിൽ ഈ പറയുന്ന മലയാളത്തിലെ സൂപ്പർ താരത്തിൽ ഒരാൾ പിന്നെ അഭിനയിക്കുന്നുണ്ട് മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇനിയൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാവും, ആ ഒരു ക്യാമ്പയിൻ ഉണ്ടാവും. അത് 8 വർഷത്തിൻ്റെ നഷ്ടങ്ങളെ നികത്താൻ മാത്രമുള്ള പൈസ ഒഴുക്കിയിട്ടുള്ള ക്യാമ്പയിനുകളാണെങ്കിൽ മലയാളികൾ വീണ്ടും തിരിച്ചു അഗ്നിശുദ്ധി വരുത്തി വന്ന നായകനായിട്ട് തിരിച്ചു വരും. ബബ്ബയുടെ ടീസറിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ട്രെയിലറിന്റെ റിലീസ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിധിക്ക് ശേഷം ട്രെയിലർ റിലീസ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ്. കനലിരിഞ്ഞിട്ടില്ല, അടങ്ങിയിട്ടില്ല, അതിന് മുന്നേ കയറി വരുന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഒരു 2017 ഇൻസിഡന്റ് നടന്ന് ഞാൻ FIR വായിച്ച് നമുക്ക് എല്ലാവർക്കും ഇമോഷണലി ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു FIR വായിക്കുന്നതും അതുപോലെ ഈ കേസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഇമോഷണൽ ബ്രേക്കൊക്കെ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരു നംനെസ് വരാൻ തുടങ്ങി. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പേര്, ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ച 2-3 പേരും സെയിം സാധനമാണ്, ഒരുതരം മരവിപ്പാണ്, നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് മനോരമയിലുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു, ഇതിനെ ഇത്ര ഓവർ ഇമോഷണലായിട്ട് എടുക്കുക വേണ്ട, ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ഇത്രയും സ്ട്രെസ്സും ഇത്രയും ഹൈപ്പർ ടെൻഷനൊക്കെ കൂട്ടിയിട്ടും ഇതിൻ്റെ വിധി ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് ഞാൻ ഇപ്പോഴേ നിൻ്റെ അടുത്ത് പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഐ തിങ്ക് യു ഹാവ് ടു ബി ഡിറ്റാച്ച്ഡ് ഫ്രം വാട്ട് യു ആർ ഡൂയിങ് എന്ന്. ആസ് ജേർണലിസ്റ്റ് വി ആർ ആക്ച്വലി സപ്പോസ് ടു ഡൂ ദാറ്റ്. നമ്മൾ അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരന്ന് 5 വർഷം മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ അതേ സാധനത്തിൽ നിന്ന് ഒരു വ്യത്യാസവും, ഒരു ഹോപ്പ്, ഒരു 1% ഹോപ്പ് ഉണ്ടായിരുന്നതും കൂടി ഇന്ന് രാവിലെ 11 മണിയായപ്പോൾ തീർന്നു. അല്ല, അത് കോടതിയിൽ നിന്ന് ദിലീപ് വന്നപ്പോൾ ദിലീപ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ദിലീപിന് 100% ഉറപ്പായിരുന്നു താൻ കുറ്റവിമുക്തനാവുമെന്നുള്ളത്. അത് ആ വാക്കുകൾ, ദിലീപിൻ്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. വളരെയധികം ക്രാഫ്റ്റ് ചെയ്ത, നേരത്തെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്. പല സോഫ്റ്റ് ലോഞ്ചസും ഹി ഹാസ് ബീൻ ഡൂയിങ്. സോ I would definitely say that when judiciary calls him കുറ്റവിമുക്തൻ, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്തേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഹൗ മച്ച് വുഡ് ഈ പറയുന്ന വിമൻ മൂവ്മെൻറ്റ്സുകളും ഈ പറയുന്ന നടിയടക്കമുള്ള സ്ത്രീകളും ഇതിൽ നിന്നും എന്താ പറയുക നിരാശരാവരുത് എന്നുള്ളതാണ് അതെ, അത് സ്വാഭാവികമായിട്ടും പറയണത് അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഇത് ചെയ്യും, നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും പറയുന്നത് ഇത് ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിപ്പം ഇപ്പം ദിലീപിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ എന്നുള്ള നിലയിൽ അല്ലാതെ പറയണത്. അത് പറയണമെന്ന് പറഞ്ഞാൽ ഒരു നിലയിലുള്ള, ഞാൻ ഈ ഒരു
ഈ ഒരു സംഭവത്തിൽ തന്നെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു തുടക്കത്തിൻ്റെയൊക്കെയുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത അപ്പീൽ സ്റ്റേജിൽ ഈ കേസിനെ ഏത് നിലയിലേക്ക് ജുഡീഷ്യറിയെ റീതിങ്ക് ചെയ്യിപ്പിക്കുന്ന നിലയിൽ എങ്ങനെ ഒരു മൂവ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ജുഡീഷ്യറിയുടെ ഒരു എപ്പിസ്റ്റമോളജിയിൽ മാറ്റം വരുത്തുന്ന നിലയിലുള്ള കാര്യങ്ങളായിട്ട് ഇതിനെ വളർത്താൻ പറ്റുമെന്നുള്ളത്. അത് നമ്മുടെ ഇവിടെ തന്നെ നമ്മളോടൊപ്പം തന്നെ സംസാരിച്ച WCC അംഗങ്ങളാണെങ്കിലും ഒരുപാട് സ്ത്രീകളാണെങ്കിലും നമ്മളോട് തന്നെ പറഞ്ഞ സാധനം പൊരുതി മടുത്തു. ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും മീറ്റു മൂവ്മെൻറ്റുകളിലും ഒക്കെ തിരിച്ച് സംസാരിച്ചിരിക്കുന്ന സ്ത്രീകളെല്ലാവരും അടിച്ചമർത്തപ്പെടുകയും സൈഡ് ലൈൻഡ് ആവുകയും ആ മീറ്റു മൂവ്മെൻറ്റ് ഉണ്ടായ ആളുകളെല്ലാം മീറ്റു ആരോപിക്കപ്പെട്ട ആളുകൾ മുഴുവൻ വളരെ സക്സസ്ഫുൾ ആയി കരിയർ റൺ ചെയ്തു പോകും. മലയാള സിനിമയുടെ ഇപ്പം ഈ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വന്നപ്പം ഔട്ട് സ്പോക്കൺ ആയി സംസാരിച്ചിട്ട സ്ത്രീകളെല്ലാം തന്നെ ഇപ്പം സിനിമയുടെ കംപ്ലീറ്റ് അൺഒഫീഷ്യൽ ബാൻ. ഈവൻ വെൻ കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു ബാൻ പരിപാടി ഇവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോഴും ഇവരെല്ലാവർക്കും അൺഒഫീഷ്യൽ ബാൻ, സിനിമകളില്ലാവർക്കൊന്നും സിനിമകളില്ലാതാവുന്നു. പക്ഷെ അതേസമയം ഇത്തരം കാര്യങ്ങൾ ഇൻഡസ്ട്രിയിലെ ഈ ഒരു കാര്യങ്ങൾ അതേസമയം ഇൻഡസ്ട്രി വളരെ പ്രോഗ്രസീവ് ആണെന്നുള്ളൊരു വലിയ ഫസാഡിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ എല്ലാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഇപ്പം ഗവൺമെന്റ് ആയാലും ശരി അല്ലെങ്കിൽ വലിയ താരങ്ങളായാലും അതിന് വലിയ ഭയങ്കര പ്രോഗ്രസീവ്നെസ് ആണല്ലോ അമ്മയിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പിന്നെ മെയിൻ വിമൻ എന്ന് പറയുന്നത്. ആരാണ് ഭരിക്കുന്നത്, ആരെയാണ് മുൻനിർത്തി ഭരിക്കുന്നത് എന്ന് അതിനകത്ത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് പക്ഷെ ഇത് ഈ വിഷയങ്ങൾ കൂടി ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ടിട്ടൊരു ഡിസ്കഷനിൽ വരേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണ് അല്ല, ഇതിപ്പം അഞ്ജന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ കോറായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പല നടിമാരും പലരും ഇത് പുറത്ത് പറയാൻ അവർ മടിക്കുന്നതെന്ന് വെച്ചാൽ അതോടെ അവരുടെ ജീവിതം ഇല്ലാതെയാവേ. സിനിമയില്ല, പണമില്ല, കാശില്ല, എങ്ങനെ ജീവിക്കും? അവർ വീട്ടിലിങ്ങനെ അടച്ചുകൂടി പലരും പല ഡിപ്രഷൻ സ്റ്റേജിലൂടെയും പോയിട്ടുണ്ട്. അത് രമ്യ നമ്പീശനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലും രമ്യ ഇത് പറഞ്ഞിട്ടുണ്ട്. സിനിമയില്ല, റീമ കല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പാർവതി തിരുവോത്ത്, ഇവരെല്ലാം ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള നടിമാരാണ്. ഇവർക്കൊന്നും സിനിമ കിട്ടാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പം അതുതന്നെയാണ് പല നടിമാർക്കും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പം എനിക്ക് ആ നടിയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവരുമായിട്ടുള്ളൊരു ഓഫ് ക്യാമറയിൽ അവരെന്നോട് പറഞ്ഞായിരുന്നു. അതായത് ഈ അമ്മയുടെ മീറ്റിങ്ങിന് നമ്മൾ പോകുന്നത് നമ്മളുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ സുഹൃത്തുക്കളെ കണ്ട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക, എന്തെങ്കിലും ചായ കുടിച്ച് പിരിയുക, അവരൊരു ഫ്രണ്ട്ലി ടോക്ക്. അല്ലാതെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരിക്കലും. പക്ഷേ ഒരു പ്രോബ്ലം സോൾവിങ് സ്പേസ് അമ്മയുടെ ബൈലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും. അമ്മ ഒരിക്കലും ഒരു പ്രോബ്ലം സോൾവിങ് അസോസിയേഷനായിട്ട് തുടങ്ങിയതൊന്നും അല്ല. അത് സുരേഷ് ഗോപിയും മമ്മൂട്ടി മോഹൻലാലൊക്കെ കൂടിയിട്ട് എല്ലാവർക്കും ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു. അതൊരു ക്ലബ്ബ് തന്നെയാണ്. അവിടുന്ന് ജസ്റ്റിസ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല. പിന്നീട് അതിൽ പലർക്കും വേണ്ടി പല പരാതികൾ കൊടുക്കുകയും എടുത്ത് സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ അതുപോലെയല്ലല്ലോ നമ്മൾ ശരിക്കും ജുഡീഷ്യറിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ അതേപോലെ തന്നെ വേറൊരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ഡ്രിവൺ ഇൻഡസ്ട്രിയാണ്. എപ്പോഴും സ്ഥിരമായി നമ്മൾ പറയുന്ന കാര്യമാണ്. ഈ മാർക്കറ്റിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചർ ഉണ്ട്. 95 വർഷത്തോളമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചർ. ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ച നായികയെ നാട് കടത്തിയ നാട്ടിലിരുന്നാൽ നമ്മളിത് പറയുന്നത്. അതിനകത്ത് അത് 95 വർഷത്തിന് ശേഷവും നമുക്കൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇറ്റ് ഈസ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി വേർ നെപ്പോട്ടിസം വെരി ഹൈലി വർക്ക്സ്. മക്കളുടെ മക്കൾക്കും ഇതിന് മുന്നുണ്ടായിരുന്ന പ്രേം നസീറിൻ്റെ ഒന്നും കാലഘട്ടത്തിൽ നടന്നില്ലെങ്കിൽ ഇപ്പം അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നെപ്പോട്ടിസവും മെയിൽ ഡോമിനേഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾ എടുത്തു. അത് ചിലപ്പം അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നില്ല, അയ്യോ മറ്റവരെ വിളിക്കല്ലേ, അവർ ഭയങ്കര തലവേദന, അയ്യോ മറ്റത് മീറ്റു ആണ്, അയ്യോ അത് WCC ആണ്. ഇങ്ങനെ പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അവിടെ ദർ ഈസ് ഓൾവേസ് എ ചാൻസ് ദാറ്റ് ഹൂവർ സ്പീക്സ് ഔട്ട് വിൽ ബി ആക്ച്വലി കണ്ടെയ്ൻഡ്. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും നടക്കുന്നത്, അല്ലേ സാർ? അപ്പം PK റോസിയെ ഓർക്കുന്നത് പോലെ PK റോസി നമ്മുടെ ഒരു രക്തസാക്ഷിയായിരുന്നു. PK റോസിയുടെ വീട്ടുകാരുടെ അടുത്ത് വർഷങ്ങൾക്ക് ശേഷം പുസ്തകം എഴുതാൻ വേണ്ടി അന്വേഷിച്ച് പോയ സമയത്ത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഏഷ്യാനെറ്റ് അങ്ങാണ്ട് നടത്തിയ ഒരു അന്വേഷണ പരമ്പരയിൽ
അവരുടെ മക്കള് അമ്മ PK റോസി എന്ന് പറയാൻ പോലും തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മലയാളത്തിൻ്റെ ആദ്യ നടിയുടെ വെയറബൌട്ട്സിന് പോലും ഒരു കൃത്യമായ രേഖയില്ലാത്തൊരവസ്ഥയിൽ അവിടേക്ക് 95 വർഷത്തിന് ശേഷം നമ്മൾ മറ്റൊരു സർവൈവർ എന്ന് നമുക്ക് അതിജീവിത എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അവരും ഒരു രക്തസാക്ഷിയാണ്. മറ്റൊരു രക്തസാക്ഷിയും കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. ഇവിടെ അഞ്ജന പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മറ്റെല്ലാ മേഖലയിലും, പക്ഷേ എനിക്ക് അവിടെ ഒരു ചെറിയൊരു വിയോജിപ്പുള്ളത്, ഇപ്പോൾ മറ്റ് മേഖലകളിലൊക്കെ ആ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം പണം, അധികാരം, ഫെയിം, ഗ്ലാമർ അത് വലിയൊരു ഫാക്ടറാണ്. സക്സസ് അവിടെ സ്കില്ല് മാത്രമല്ല നോക്കുന്നത്, അവിടെ എത്രത്തോളം ഇങ്ങനെ മിണ്ടാതെ പറയുന്നതൊക്കെ അനുസരിച്ച് മിണ്ടാതെ നിൽക്കുക, ആ ഒരു ഫാക്ടറാണ്. പക്ഷേ മറ്റ് മേഖലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ പണിയറിയാത്ത ഒരു ഡോക്ടറിന് എത്ര കാലം ആ മേഖലയിൽ പിടിച്ചിരിക്കാൻ പറ്റും? അങ്ങനെ ഒരു സംഭവമുണ്ട്. സ്കിൽ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പക്ഷേ ഇവിടെ കഴിവ് മാത്രം പോരാ, എത്രയോ കഴിവുള്ള നടന്മാരും നടിമാരും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പറഞ്ഞ നടിമാരുണ്ടല്ലോ, അവർ എത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകാരാണ്. അവരൊക്കെ വീട്ടിലിരിക്കേണ്ടി വരുന്നു. അപ്പോൾ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം കഴിവെന്ന് പറയുന്നത് വലിയൊരു ടോപ്പ് പ്രയോറിറ്റി അല്ല, അതൊരു 5-മത്തെയോ 4-മത്തെയോ സ്ഥാനം. കഴിവുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാം, അത്രേ ഉള്ളൂ. വേണ്ടത് മിണ്ടാതെയും പറയാതെയും അവർ പറയുന്ന പണി എടുത്തിട്ട് പോകുക എന്നുള്ളതാണ് സിനിമാ മേഖലയിൽ. നമ്മളെ പറയുമല്ലോ, നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് വളരെ ടാക്റ്റിക്കലായിട്ട് നിന്നാൽ മാത്രമേ സിനിമയിൽ കഴിവില്ലാത്തവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റൂ. വർഷങ്ങളോളം നിന്ന് അങ്ങനെ സക്സസ് ആയിട്ടുള്ളവരുണ്ട്. അതാണ് ഈ സിനിമാ മേഖലയിൽ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സാധാരണ ഒരു പറച്ചിലുണ്ട്, അപ്രതീക്ഷിതമായ അടിയേക്കാൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അടിയാണ് കൂടുതൽ മാരകമാവുക എന്ന്. ഏതാണ്ട് ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചൊല്ലിനെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ അത് ഒരു മാരകമല്ലാത്ത രീതിയിൽ അതിനെ മറികടക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആശ്വസിക്കാം.